ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എന്തു വേണം? സ്വല്പം എറ്റിക്കറ്റ്. ഗുഡ് മോർണിംഗ്. ഇത് മോർണിംഗ് അല്ല, ഈവനിംഗ് ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊരു നേരിയ ചവിട്ടുപടിയാണ്. ഇരുളും വെളിച്ചവും കൈകോർത്ത് നിൽക്കുന്ന ഒരിടനാഴി. ശരി, നിങ്ങളുടെ അഭിപ്രായ പ്രകാരം തന്നെ ആയിക്കളയാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ഈ ബെഞ്ചിൻ്റെ അറ്റത്തിരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. വേറെ എത്രയോ ബെഞ്ചുകളുണ്ട്. പക്ഷെ ആ ബെഞ്ചിലൊന്നും നിങ്ങളില്ലല്ലോ. ബെഞ്ചിനേക്കാൾ എന്നെ ആകർഷിച്ചത് നിങ്ങളാണ്. ഇരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. അത്ര ഇഷ്ടമല്ല. അത് കഷ്ടമല്ലേ? സാധുവായ ഒരു സഹജീവിയോട് അങ്ങനെ പെരുമാറാമോ? ഞാൻ ഈ ബെഞ്ചിൻ്റെ അറ്റത്തെങ്ങാനും ഒതുങ്ങിയിരുന്നോളാം. നിങ്ങൾ അവിടെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ അവിടെ ഇരുന്നാൽ എനിക്ക് വായനയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതെന്താ? ഏകാഗ്രത നഷ്ടപ്പെടും. ഓഹോ, എന്ത് ബുക്കാ വായിക്കുന്നേ? പറഞ്ഞാൽ മനസ്സിലാവോ? പറഞ്ഞു നോക്ക്. ഗീതാഞ്ജലി. ടാഗോറിൻ്റെ? നോൺസെൻസ്, അട്ടർ നോൺസെൻസ്. വാട്ട് യു മീൻ? എക്സാക്ട്ലി ദ സെയിം, അട്ടർ നോൺസെൻസ്. ഈസോ വേബിൾസോ പഞ്ചതന്ത്രമോ വായിക്ക്. വലിയ വലിയ തത്വങ്ങൾ വളരെ വളരെ ലളിതമായ ശൈലിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു കഥകൾ. അത് കണ്ടോ, ആ ഇടത് കൈയും കുത്തി ചരിഞ്ഞിരിക്കുന്ന സ്ത്രീ, അവളുടെ ആ സൗന്ദര്യം, എന്തൊരു ഫോർമേഷൻ! എടോ, അതെന്റെ ഭാര്യയാണ്. ഓ, ഐ ആം സോറി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതിനപ്പുറത്ത് ആ വലത് കൈയും കുത്തി ഇടത്തോട്ട് ചരിഞ്ഞിരിക്കുന്ന യുവതിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇഡിയറ്റ്. എടോ, അതെന്റെ സഹോദരിയാണ്. ഐ ആം സോറി. മിസ്റ്റർ, ഞാനൊരു പ്രത്യേക വ്യക്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞതല്ല. വെറും ആബ്സ്ട്രാക്റ്റ് സൗന്ദര്യം. നിങ്ങൾ എന്തായി നോക്കുന്നത്? നോക്കുന്നതോ? അല്ല, ആരുടെയും ഭാര്യയും സഹോദരിയൊന്നും അല്ലാതെ ഈ അബ്സ്ട്രാക്റ്റ് വകുപ്പിലെങ്ങും പെടാതെയുള്ള സമൂർത്തമായ ശ്രയണ സൗന്ദര്യം എവിടെ കാണുമെന്ന് നോക്കിയായിരുന്നു. നിങ്ങളാള് കൊള്ളാമല്ലോ. ഇപ്പം എന്നെക്കുറിച്ച് അല്പം മതിപ്പ് തോന്നുന്നുണ്ട് അല്ലേ? എങ്കിൽ പിന്നെ ഞാനും ഇരുന്നോട്ടെ. ശല്യപ്പെടുത്തരുത്. സംസാരിക്കുന്നേ ഉള്ളൂ. എനിക്ക് വായിക്കണം. എനിക്ക് സംസാരിക്കണം. നിങ്ങൾ എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കുകയാണല്ലോ. നോ നോ, നോട്ട് അറ്റ് ആൾ. ഇതുവരെ അപരിചിതരായിരുന്ന രണ്ട് സഹജീവികൾ തമ്മിൽ അടുത്തു പരിചയപ്പെടുകയാണ്. ഈ ജീവൻ്റെ വികാസം തന്നെ ഇങ്ങനെയുള്ള പരസ്പര പരിചയപ്പെടൽ എന്നല്ലേ? ആട്ടെ, നമ്മുടെ അച്ഛനും അമ്മയും തമ്മിൽ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മളുണ്ടാകുമായിരുന്നോ? നിങ്ങളൊരു തത്വജ്ഞാനി കൂടിയാണല്ലോ. സമ്മതിച്ചോ? അത് മതി.
ഒരല്പം മുമ്പ് വരെ നിങ്ങൾക്ക് എന്നോട് എത്ര വെറുപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് എത്ര മാറി. വളരെയൊന്നും മാറിയിട്ടില്ല. വളരെയൊന്നും മാറിയിട്ടില്ലെങ്കിലും ഒരു 5 മിനിറ്റ് കൊണ്ട് മാറാവുന്നതിൻ്റെ പരമാവധി മാറിയിട്ടുണ്ട്. സാരമില്ല, ഇനിയും മാറിക്കൊള്ളൂ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ വേസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾ വായിക്കാൻ സമ്മതിക്കില്ല. വായിക്കാൻ സമ്മതിക്കാത്തത് ഞാനല്ല, ഇരുട്ടാണ്. ദേ സന്ധ്യ കഴിഞ്ഞു. പിന്നെ ഇരുട്ടത്ത് വായിക്കുന്നത് കണ്ണിന് ചീത്തയാ. നിങ്ങൾക്ക് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വലിയ ശ്രദ്ധയാണല്ലോ. സംശയമുണ്ടോ? നമ്മുടെയൊക്കെ ആരോഗ്യത്തെ പറ്റി നമ്മുടെ ഗവൺമെൻറ്റിന് പോലും എന്ത് ശ്രദ്ധയാണെന്നോ. അതിനായിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടേ, ഒരു പ്രത്യേക മന്ത്രിയുടെ കീഴിൽ. പിന്നെ കഴിഞ്ഞ 6 മാസക്കാലമായി ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് ചെലവിൽ ചികിത്സയിലാ. എന്താ സൂക്കേട്? ഇതുവരെ മനസ്സിലായില്ലയോ? ഇല്ല. ഭ്രാന്ത്. ഭ്രാന്തോ? അതെ, ശുദ്ധ ഭ്രാന്ത്, ഇൻസാനിറ്റി. ഭ്രാന്തോ? നിങ്ങൾ സത്യം പറയാണോ? നല്ല ചോദ്യം. ഭ്രാന്തിനേക്കാൾ വലിയൊരു സത്യമുണ്ട്. ഭ്രാന്തൻ സത്യമേ പറയൂ. നിങ്ങൾ ഇപ്പൊ എവിടെ വരുന്നു? ഭ്രാന്താശുപത്രിയിൽ നിന്ന്. ഇത് കണ്ടോ, ഇതിലേക്കൂടെ ഹൈ വോൾട്ടേജ് കറണ്ട് കടത്തിയുണ്ട്. തലച്ചോറ് ഞെട്ടിക്കാൻ, മുറുകി വലിഞ്ഞ ഹൃദയതന്ത്രികൾ പൊട്ടിക്കാൻ, അല്ലെങ്കിൽ പൊട്ടിയത് കൂട്ടിയൊട്ടിക്കാൻ. ഇപ്പോൾ സുഖമായോ? ആർക്ക്? എനിക്കോ? എനിക്കെന്നും സുഖമായിരുന്നു. നിങ്ങളെ ഡിസ്ചാർജ് ചെയ്തതാണോ? ഏയ്, ഞാൻ അബ്സ്കോണ്ട് ചെയ്തതാണ്. മതിലി ചാടി. കഷ്ടിച്ച് 1 മണിക്കൂറായി കാണും. കേട്ടോ മിസ്റ്റർ, ഇപ്പോൾ ഈ നഗരം മുഴുവൻ പോരാ, ഈ രാജ്യം മുഴുവൻ എന്നെ തിരയുകയാണ്. 100 കണക്കിന് ഇടിവണ്ടികൾ ഇരമ്പിപ്പായുകയാണ്. ടെലഫോൺ മണികൾ ഇടതടവില്ലാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വയർലെസ്സിൽ നിന്നുള്ള വൈദ്യുത തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ മാറാല കെട്ടുകയാണ്. ഈ ലോകത്തിന്റെ തന്നെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ എന്നിലാണ്. ഒരു ഭ്രാന്തന് അത്ര വലിയ പ്രാധാന്യം ഉണ്ടോ? ഛേ, വെറും ഭ്രാന്തനല്ല, ഹോമിസൈഡൽ മാനിയക്, എ ഡേഞ്ചറസ് ക്രിമിനൽ. ഹോമിസൈഡൽ മാനിയക്? എക്സാക്ട്ലി. ഞാൻ 2 ആളെ പച്ചയോടെ കുത്തിക്കൊന്നവനാ. 2 ആളെയോ? അതെ, ഓരോ കുത്തിനു കൊന്നു. കൊന്നതിന് ശേഷം പിന്നെയും കുത്തി, ചറ കുത്തി. കഷ്ടം. ചത്തതിന് ശേഷം കുത്തിയതാണോ കഷ്ടം? അത് കൊള്ളാം. എന്നാ പിന്നെ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തത് അതിലും കഷ്ടമല്ലേ? പിന്നെ ദഹിപ്പിച്ചതോ മഹാകഷ്ടം. ആട്ടെ, കുത്തുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടായിരുന്നോ? അത് ഞാനെങ്ങനെ പറയും മിസ്റ്റർ? മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എനിക്ക് ഭ്രാന്തായിരുന്നെന്ന്. അതല്ല, കൊലപാതകമാണെന്ന് പീനൽ കോഡ് പറയുന്നു. അതായത് സെക്ഷൻ 302. അങ്ങനെ 2 അഭിപ്രായമാ. എന്നിട്ട് തൂക്കാൻ വിധിച്ചു. തൂക്കാൻ വിധിച്ചോ? അതെ. എന്നിട്ട് തൂക്കിയില്ലേ? അങ്ങനെ അങ്ങ് തൂക്കിയിരുന്നെങ്കിൽ ഞാനിപ്പം നിങ്ങളെ അടുത്ത് ഇങ്ങനെ ഇരിക്കൂ. ഇപ്പം നിങ്ങൾക്കും കുറേശ്ശെ ഭ്രാന്തുണ്ട് അല്ലേ? സമയം വളരെയായി. ഏയ്, നമ്മൾ പരിചയപ്പെട്ടിട്ട് 5 മിനിറ്റ് പോലും ആയില്ലല്ലോ. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. എൻ്റെ കഥ മുഴുവൻ കേട്ടില്ല. എനിക്ക് കേൾക്കണമെന്നില്ല. എനിക്ക് നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ടേ. ആ കയറി തൂങ്ങുന്നതിന് മുമ്പ് എൻ്റെ കഥ പൂർണ്ണമായിട്ട് ഒരാളെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ആ സ്ത്രീകൾ ഇരുന്ന് വിഷമിക്കുന്നു. അവരിയ്ക്കുകയല്ലോ, കൊടും കൈയും കുത്തി കിടക്കിയല്ലേ. പിന്നെ എനിക്ക് സ്ത്രീകളുടെ വിഷമത്തെപ്പറ്റി യാതൊരു പരിഗണനയുമില്ല കേട്ടോ. ഒരു സ്ത്രീയാണ് ഇതിനെല്ലാം കാരണം. സ്ത്രീയോ? അതെ, സ്ത്രീ തന്നെ. അവിടെ ഇരിക്കെ, ഞാൻ വിസ്തരിച്ച് പറയാം. വെരി ഇൻട്രസ്റ്റിംഗ്. വേണ്ട, ഞാൻ നിന്നോളാം. അത് പറ്റില്ല. നിങ്ങൾ ഇരുന്ന് തന്നെ കേൾക്കണം. ശരി, പെട്ടെന്ന് തീർക്കണം. ഇരിക്കുന്നേ ഭയമാണ് അല്ലേ? ഏയ്,
ഭയമൊന്നുമില്ല. ഉണ്ട്, നല്ലതുപോലെ ഉണ്ട്. സാരമില്ല, ഭയം ഒരു കുറവല്ല. മനുഷ്യനിലെ പരിശുദ്ധവും പരിപൂർണവുമായ വികാരം അതാണ്. പ്രാകൃത കമ്മ്യൂണിസം മുതൽ ജനകീയ ജനാധിപത്യം വരെ മനുഷ്യനെ നയിച്ച പ്രാഥമിക വികാരം ഭയമായിരുന്നു. സർവശക്തനായ ഭയം. നിങ്ങൾ പറയുന്നത് കേട്ടാൽ ഭ്രാന്തിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ലല്ലോ. അതാണ് യഥാർത്ഥ ഭ്രാന്ത്. ഭാവത്തിൻ പരകോടിയിൽ പരമഭാവത്തിൻ സ്വഭാവം വരാം. നിങ്ങളൊരു കവി കൂടിയാണല്ലോ. അത് ഞാൻ എഴുതിയതല്ല, പല്ലന വളപ്പിൽ മുങ്ങിച്ചത്ത കുമാരനാശാൻ എഴുതിയതാ. അത് പാടുന്നവനോ തൂങ്ങിച്ചാവാൻ പോവുക. അങ്ങനെ രണ്ടറ്റത്തും രണ്ട് അപമൃത്യവും നടുക്കൊരു കവിതയും. എന്നിട്ട് നിങ്ങളുടെ കഥ പറഞ്ഞില്ലല്ലോ. അത് ഞാനങ്ങ് മറന്നു. അങ്ങനെ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. രണ്ടാളെ കൊന്നതിന് 1 കൊല്ലം മുമ്പ്. പിന്നെന്താ തൂക്കാത്തെ? സമയമായില്ല. 1 കൊല്ലം കഴിഞ്ഞിട്ടോ? 1.5 കൊല്ലത്തെ കഠിന തടവിന് ശേഷമാണ് തൂക്കൽ. അപ്പോൾ 2 ശിക്ഷയാണോ? അതെ, കുറ്റം 2 വകയായിട്ടാണ്. കൊല്ലണം എന്ന മോശ വിചാരത്തോടെ. ഞാൻ കൊന്നത് മോശ വിചാരത്തോടെയൊന്നുമല്ല, നല്ല വിചാരത്തോടെ തന്നെ. അത് വേറെ കാര്യം. അങ്ങനെ കൊല്ലണം എന്ന മോശ വിചാരത്തോടെ മാരകായുധം കൊണ്ട് നടന്നു എന്നതാണ് 1-ാമത്തെ വകുപ്പ്. 2 ആളെ കരുതിക്കൂട്ടി നിർദ്ദയം കുത്തിക്കൊന്നു എന്നതാണ് 2-ാമത്തെ വകുപ്പ്. വകുപ്പ് 1-ൽ 1.5 കൊല്ലത്തെ കഠിന തടവും വകുപ്പ് 2-ൽ മരിക്കുന്നത് വരെ തൂക്കലും. 2 ഒരുമിച്ചാണോ? അങ്ങനെ വെറുതെ അങ്ങ് അനുഭവിച്ചാൽ പോരാ. 1.5 കൊല്ലത്തെ കഠിന തടവിന് ശേഷമാണ് തൂക്കൽ. മറിച്ചായിരുന്നു നല്ലത് അല്ലേ? പക്ഷേ ബുദ്ധി വേണ്ടേ? അതില്ല. അപ്പോൾ അവസാനത്തെ ശിക്ഷ ഇനി എന്നായിരിക്കും? അതിനി തീരുമാനിക്കുന്നത് ഞാനാണ്, എന്നെ പിടിക്കുന്നത് വരെ. നിങ്ങൾ എങ്ങനെ ഭ്രാന്താശുപത്രിയിലെത്തി? സെൻട്രൽ ജയിലിലെ എൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അവർക്കങ്ങനെ തോന്നി. സ്വബുദ്ധിയോടുകൂടി തൂങ്ങി മരിക്കുക എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി മരണത്തിൻ്റെ എല്ലാ മാദകഭാവങ്ങളും അനുഭവിച്ചുകൊണ്ട് വേണം മരിക്കാൻ എന്നാണ് നിയമം അനുശാസിക്കുന്നത്. കഷ്ടം. അഭ്യസ്തവിദ്യനും. വെറും വിദ്യനല്ല, MA ലിറ്ററേച്ചർ. MA ലിറ്ററേച്ചറോ? അതെ, ഫസ്റ്റ് ക്ലാസ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലും ഇതേ അനുഭവം തന്നെ വരുമായിരുന്നു. നിങ്ങളാണായിരുന്നെങ്കിൽ. പറയാം, കേട്ടോളൂ. ഞാനും ഒരു സ്ത്രീയെ സ്നേഹിച്ചു, ജീവനെപ്പോലെ. അല്ല, എല്ലാ സ്നേഹവും അങ്ങനെയാണല്ലോ, ജീവനെപ്പോലെ. ആട്ടെ, നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? എടോ, എൻ്റെ ഭാര്യയാണായിരിക്കുന്നത്. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ സ്നേഹിച്ചത് ജീവനെപ്പോലെയല്ലേ എന്നാണ്. തീർച്ചയായും. എടാ കഴുതേ, യു ആർ ആൻ ഇന്റർകോണ്ടിനെന്റൽ റോയൽ ഇമ്പീരിയൽ ഇഡിയറ്റ്. ഐ എം സോറി. പേടിക്കണ്ട. എനിക്ക് ഈ സ്നേഹത്തെക്കുറിച്ചൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ എൻ്റെ സർവാംഗം അങ്ങ് തരിച്ചു കയറും. ഇറ്റ്സ് ഓൾ റൈറ്റ്. അങ്ങനെ ഞാനും സ്നേഹിച്ചു, ജീവനെപ്പോലെ. എൻ്റെ എല്ലാം ഞാൻ അവൾക്ക് വേണ്ടി സമർപ്പിച്ചു. എന്തെല്ലാം? എല്ലാം. നോൺസെൻസ്. അങ്ങനെ പറയത്തക്കായിട്ടൊന്നുമില്ല. പക്ഷെ അന്ന് എനിക്കങ്ങനെ തോന്നി, എല്ലാമെന്ന്. അങ്ങനെ അവൾ എൻ്റേതായി, ഞാൻ അവളുടെ. നിങ്ങൾ വിവാഹം കഴിച്ചോ? കഴിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി. ഞങ്ങൾ വിവാഹിതരായി. അതോടെ എൻ്റെ, അതായത് ഞങ്ങളുടെ പ്രേമവും അവസാനിച്ചു. അതെങ്ങനെ? അതെങ്ങനെ? വിവാഹം കൊണ്ട് തന്നെ. മിസ്റ്റർ, ഈ പ്രേമത്തിന്റെ സൗന്ദര്യം അനിശ്ചിതത്വത്തിലാണ്. വിവാഹമണ്ഡപം പ്രേമത്തിന്റെ ശവകുടീരമാണ്. കെട്ടുതാലിയല പ്രേമം കെട്ടിഞ്ഞാന്ന് ചാകുന്ന. ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കണ്ട, അനുഭവിച്ചറിഞ്ഞാ മതി. എന്നിട്ടെന്തുവാ? വിവാഹത്തിന്റെ പിറ്റേ ദിവസം മുതൽ അവൾ അവളുടെ തനി സ്വരൂപം കാട്ടാൻ തുടങ്ങി. അവക്ക് എന്നെ കൂടാതെ 2 പ്രേമഭാജനങ്ങൾ വേറെ ഉണ്ടായിരുന്നു.
സഹിക്കോ മിസ്റ്റർ? ഇല്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റൊരു കാമുകനുണ്ടെന്നറിഞ്ഞ നിങ്ങൾ സഹിക്കോ? ഇല്ല. എന്റെ ഭാര്യയ്ക്ക് രണ്ടവന്മാരുണ്ടെന്നറിഞ്ഞിട്ടും ഞാൻ സഹിച്ചു 6 മാസം. എന്നിട്ട് ഒരു അർദ്ധരാത്രിയിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ അവളും കാമുകനും കൂടി, അത് എന്റെ കട്ടിലിൽ. അത് കണ്ടതും എന്റെ കണ്ണിലൊരു ഇരുട്ട് കയറി. ഓരോ കുത്തിന് ഞാൻ രണ്ടിനെയും കൊന്നു. പിന്നൊരു 10-20 വെട്ടുകൂടെ വെട്ടി. ഓ, ഭയങ്കരം. പക്ഷെ നിങ്ങൾ അത്രയും വിവേകശൂന്യനായി പെരുമാറരുതായിരുന്നു. ഓഹോ, അത് ശരി. കഷ്ടിച്ച് 100 വാരം മാത്രം അകലെ ഇരിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ സൗന്ദര്യം അറിയാതെ ഞാൻ അല്പം ഒന്ന് ആസ്വദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ദേഷ്യം വന്നു. പക്ഷെ അന്ന് രാത്രിയിൽ ഞാൻ അവനെ കണ്ടത് എന്റെ ഭാര്യയുടെ നെഞ്ചത്തായിരുന്നു. കൊല്ലണോ വേണ്ടേ? മധുരം മലയാളം പ്രദേശ് ചാനല് നിങ്ങൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ അവതരിപ്പിക്കുന്ന സെല്ലിലോയിഡ് കണ്ട് നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളൊരു പുതിയ പാത വെട്ടിത്തുറക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാര്യം ഇത് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു കോമഡി കലാകാരനായ സജി മുഖത്തില ചെയ്യുന്നൊരു പുതിയ വെബ് സീരീസ് ഞങ്ങൾ അടുത്ത എപ്പിസോഡ് മുതൽ അവതരിപ്പിക്കുകയാണ്. സെല്ലുലോയിഡിന് പുറമെയാണ് ഈ കോമഡി വെബ് സീരീസ്. അത് സജീവ മുഖത്തലയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ കോമഡി സീരീസ് ആനുകാലിക പ്രശ്നങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്ന പല കഥാപാത്രങ്ങളുടെ ഒരു കാരിക്കേച്ചർ തന്നെയായിരിക്കും. അത് കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉണ്ടാവണം. എന്നും മധുരം മലയാളത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകളും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ സജീവ് മുഖത്തലയാണ്. മധുരം മലയാളം പ്രദേശ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ കോമഡി പ്രോഗ്രാം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ രചനയും സംവിധാനമൊക്കെ ഞാനാണ് ചെയ്തിരിക്കുന്നത്. കൊച്ചു കൊച്ചു ചെറിയ തമാശകളും എന്നാൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒട്ടനവധി വലിയ വലിയ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളിത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ അഭിപ്രായവും നിർദ്ദേശവും പ്രത്യേകം അറിയിക്കണം. ഓക്കെ, ബൈ ബൈ. നിങ്ങൾക്കെന്നോട് സഹതാപം തോന്നുന്നു അല്ലേ? സഹതാപം നിസ്സഹായതയുടെ ലക്ഷണമാണ്. എന്നെ വിസ്തരിച്ച കോടതിക്കും എന്നോട് സഹതാപമായിരുന്നു. എൻ്റെ അവസാനത്തെ ഒറ്റ ചോദ്യമാണ് ആ വിധി എഴുതിച്ചത്. വിസ്താരമെല്ലാം കഴിഞ്ഞു കോടതി, അതായത് സെഷൻസ് ജഡ്ജി എന്ന മനുഷ്യൻ അനുഭാവപൂർവ്വം സഹതാപപൂർവ്വം എന്നോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം മാത്രം, യുവർ ഓണർ, അവിടുത്തെ ഭാര്യയുടെ കൂടെ ഒരു ദിവസം ഞാനൊന്ന് കിടന്നോട്ടെ എന്ന്. കോടതി, അതായത് യുവർ ഓണർ, ഒരലർച്ചയായിരുന്നു. വിധിയും എഴുതി എന്നെ തൂക്കാൻ. അപ്പൊ ഭ്രാന്ത് എനിക്കോ കോടതിക്കോ? അപ്പൊ കഥ തീർന്നല്ലോ? ഇല്ല, തീർന്നില്ല, ഇല്ല. അങ്ങനെ വകുപ്പ് 2 1.5 കൊല്ലത്തെ കഠിന തടവിന് ശേഷം തൂക്കിക്കൊല്ലാനായിരുന്നു വിധി. നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാമായിരുന്നില്ലേ? എന്നാൽ എന്നെ 2 തവണ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ ഞാനതിന് പോയില്ല. നേരെ സെൻട്രൽ ജയിലിലേക്ക് പോയി. അവിടെ വെച്ച് എനിക്ക് ഭ്രാന്താണെന്ന് നിശ്ചയിച്ച് ഭ്രാന്താശുപത്രിയിലേക്ക് അയച്ചു. ഭ്രാന്ത് മാറ്റി വിധിപ്രകാരം കൊല്ലാൻ. ഇപ്പൊ നിങ്ങൾ ജയിൽ ചാടിയതും വലിയ കുറ്റമല്ലേ? പിന്നെ ചോദിക്കാനുണ്ടോ? വലിയ കുറ്റമാണ്. ഞാൻ ജയിലിൽ ചാടിയത് വെറുതെ അല്ല. എൻ്റെ ഭാര്യയ്ക്ക് 1 അല്ല 2 കാമുകന്മാരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ? ആ 2ാമത്തവനെ കൂടെ തട്ടിയിട്ടെ ഇനി അവരെന്നെ പിടിക്കും. ഇറ്റ് ഈസ് മൈ ലൈഫ് മിഷൻ, മൈ അംബിഷൻ. ഞാനിനി എത്ര കൊന്നാലും ഒരു തവണയെ തൂക്കൂ. ഞാൻ അവനെ കൊല്ലും.
ഇത് കണ്ടോ, ഞാൻ അവനെ തെരഞ്ഞു പിടിച്ച് ഒറ്റ കുത്തിന് കൊല്ലും, 3 തരം. അയാൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവിടെയാണ് അല്പം വിഷമം. ഞാൻ അയാളെ 1-2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏകദേശം ഇതേ പൊക്കം, ഏകദേശമല്ല, ഇത് തന്നെ, ഇതേ നിറം, ഇതേ വണ്ണം, ഇതുപോലൊരു ചെറിയ മീശയുണ്ട് കേട്ടോ. ആട്ടെ, നിങ്ങൾക്ക് എന്ത് പ്രായമുണ്ട്? 38. എക്സാക്ട്ലി. അയാൾക്ക് ഇപ്പൊ 38 വയസ്സായി കാണും. അയാൾ ഒരു സഹൃദയനാണ് എന്ന് മാത്രമല്ല, ടാഗോർ കവിതകളിലാണ് ഏറെ ഭ്രമം. കാരണം അവക്ക് വന്നിട്ടുള്ള ചില എഴുത്തുകളിൽ ചില ഉദ്ധരണികളും മറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. ടാഗോർ കവിതകൾ ബുദ്ധിയുള്ള പലരും വായിക്കും. അങ്ങനെ ബുദ്ധിയുള്ളവരെല്ലാം ഒരേ ആകൃതിയിലുള്ളവരായിരിക്കുമോ? നിങ്ങൾ എന്തായി പറയുന്നേ? പറയുന്നത് നിങ്ങൾ അവളുടെ 2ാമത്തെ കാമുകന്റെ തനി ഛായയാണെന്ന്. ഒരേ ഛായയുള്ള പലരും കാണും. പക്ഷേ ഒരേ മറുകുള്ള പലരും കാണുമോ? മറുകോ? കറുത്ത് തടിച്ചൊരു 1/4 രൂപ വട്ടത്തിലുള്ള മറുക് എവിടെ? അയാളുടെ പിടലിയുടെ പിൻഭാഗത്തായിട്ട് വരും. അതായത് ദാ ഇവിടെ ഇങ്ങനെ. ഞാനൊന്ന് നോക്കട്ടെ. ഭ്രാന്ത് പറയാതിരിക്കും മനുഷ്യ. അപ്പൊ മറുകുണ്ട് അല്ലേ? അതെനിക്കറിയാമായിരുന്നു. ആദ്യമായി നിങ്ങളുടെ പിൻഭാഗത്ത് വന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് പോണം. ഞാൻ അനുവദിച്ചാൽ. ആട്ടെ, അവസാനമായിട്ടൊരു സത്യം നിങ്ങൾ പറയുമോ? എന്ത് സത്യം? നിങ്ങൾ എന്റെ ഭാര്യയുമായിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടുണ്ട്? എനിക്ക് നിങ്ങളുടെ ഭാര്യ അറിയില്ല. തീർച്ച. ഓഹോ, സ്വന്തം കഴുത്തിലെ മറവ് മറയ്ക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ മനസ്സിലെ കുഴികൾ തെളിക്കുമോ? സാരമില്ല, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്, സത്യമായി തന്നെ. ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ, അവിടെ നനങ്ങിയാൽ നിങ്ങളെ ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. അതെങ്ങനെ? അത് കണ്ടോ, ആ നടന്നു പോകുന്ന ഒരു പോലീസുകാരനാ. ഞാൻ അയാളെ വിളിക്കും. ആ വിളി പൊങ്ങുന്നതും ഞാൻ കുത്തുന്നതും ഒരുമിച്ചായിരിക്കും. പിന്നെ ഞാൻ അയാളെ വിളിക്കും, പിടിയും കൊടുക്കും. നിങ്ങൾക്ക് ഭ്രാന്താണ്. അതെ, ഹോമിസൈഡൽ മാനിയ. ആ സ്ത്രീകൾ എഴുന്നേറ്റ് കഴിഞ്ഞു, ഞാൻ പോയിക്കോട്ടെ. അവർ കേൾക്കുന്നത് നിങ്ങളുടെ വിളിയായിരിക്കും, കാണുന്നത് നിങ്ങളുടെ ശവമായിരിക്കും. ബാലേട്ടാ, നമ്മൾ 2 ജയിച്ചു, അല്ലെങ്കിൽ തോറ്റു. ശബ്ദം ഉണ്ടാക്കരുത്, ആരെങ്കിലും കേൾക്കും. സാരമില്ല, ഞാനിനി ചിന്തിക്കില്ല. ഞാൻ പറഞ്ഞതെല്ലാം ഒരു പരീക്ഷണത്തിനായിരുന്നു. ഭയം ഏതുവരെ എന്താ എന്നൊന്ന് പരീക്ഷിക്കാൻ. എല്ലാം ഭാവനയായിരുന്നു. ഞാൻ പറഞ്ഞതെല്ലാം. ഞാനിനി ശ്രദ്ധിക്കില്ല. നിങ്ങൾ കൊലപാതകയാണോ? ഒരീച്ച പോലും ഞാൻ കൊന്നിട്ടില്ല. നിങ്ങൾക്ക് ഭ്രാന്തോ? അത് ഞാനിങ്ങനെ പറയും. ഞാൻ പോവാ. അങ്ങനെ പോകരുത്. ദേഹത്തങ്ങനെ ചോര നിറച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. ഒന്ന് വേഗം. ഇല്ല. നന്നായി. ഇനി ആ കത്തി എൻ്റെ വലത് കൈ പിടിപ്പിക്കണം, മുറുകെ പിടിപ്പിക്കണം. എന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി നടന്നു പോയിക്കോണം. ഒന്ന് വേഗം. ഞാൻ നിങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാം. വേണ്ട, ഞാനിനി രക്ഷപ്പെടില്ല. അവരെന്റെ മരണമൊഴി എടുത്താലോ? മരണത്തിന്റെ മുഖത്ത് നോക്കുന്ന മനുഷ്യൻ സത്യമേ പറയൂ. ഒന്ന് വേഗം. ആ കത്തി എന്റെ വല്ലത് ഏൽപ്പിടിപ്പിക്കൂ പ്ലീസ്. ഒന്ന് വേഗം. It's all right. Good night, brother. ബാലേട്ടാ, വിളിക്കുക നിങ്ങളെ ജീവിതത്തിലേക്ക്. അതേ വിളി തന്നെ എന്നെയും വിളിക്കുക, മരണത്തിലേക്ക്. എന്റെ പേരും ബാലൻ എന്നാണ്. വാട്ട് എ കോയിൻസിഡൻസ്.